അനുകൂലിച്ചതും പ്രതികൂലിച്ചതും എന്തുകൊണ്ടാണോ? അവർക്ക് വെളിച്ചപ്പാട് വന്നോ? നന്നായി. വെളിച്ചപ്പാട് ഭാരതീയർക്ക് മാത്രമേ വരൂ എന്ന് വല്ല കണക്കുണ്ടോ? വെളിച്ചപ്പാട് ഭാരതീയർക്ക് മാത്രമേ വരൂ എന്ന് കണക്കില്ലല്ലോ. വെളിച്ചപ്പാട് ആർക്കും വരാം. അവരിൽ ആ ഒരു ഭാവം അവരെ ആവേശിച്ചിട്ടുണ്ടാവും. ഞാൻ വായിച്ചിട്ടില്ല റിപ്പോർട്ട്. എന്ത്? സ്പാനിഷാണ്. നല്ലത് തന്നെ. അപ്പോൾ അവർക്ക് ആ ഒരു ഭാവം അവരിലേക്ക് ആവേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ വെളിച്ചപ്പെട്ടുണ്ടാവും. എന്നിട്ട് ഇത് കൊടുത്തോ? ആള് കൊടുത്തോ? അത് സാരില്ല, നല്ലത് തന്നെ. അതിനെന്തിനാ ഇപ്പോൾ വാദവിവാദങ്ങൾ ഉണ്ടാക്കണതിനാ? ഈ വട്ടില്ലാത്താരാ? അപ്പോൾ ഈ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഇരിക്കണ കൂട്ടത്തിൽ വട്ടില്ലാത്താരാ? ഒറ്റയാൾ പറയും എനിക്ക് വട്ടില്ല എന്ന്. ആരെങ്കിലും ഒന്ന് പറയൂ. എനിക്കില്ല എന്ന് ഞാൻ പറയില്ല, എനിക്കുണ്ട്. ഓരോരുത്തർക്ക് ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത്ര മുതൽ ഇത്ര വരെ നോർമലാണ്, ഇതിന് മുകളിലേക്ക് അബ്നോർമലാണ്, ഇതിന് താഴേക്ക് അബ്നോർമലാണ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ആണല്ലോ? അല്ല? ശരി, ഇതിന് മുകളിലത്തെ റേഞ്ചിലുള്ളവർ 100% ഇരിക്കുന്നൊരു സ്ഥലത്ത് പോയാലോ? അവരാരും വട്ടന്മാരല്ല. ആ റേഞ്ചിന് മുകളിലോ താഴെയുള്ളവരായിരിക്കും വട്ടന്മാർ. ഇത് ആപേക്ഷികമാണ്. നമുക്ക് മനസ്സിലാവാത്ത എന്ത് ലോകത്തിൽ സംഭവിച്ചാലും വേറൊരാൾ പറഞ്ഞാലും അത് വട്ട് എന്ന് പറയുന്നതാണ് മനുഷ്യ സ്വഭാവം. അതിന് നിവൃത്തിയില്ല. അവർക്ക് എന്തൊരു ഭാവം ആവേശിച്ചു, അവർ വെളിച്ചപ്പെട്ടു. നല്ലത്. അവരിനിയും വരട്ടെ. അടുത്ത വർഷം 2-3-4 പേര് വരട്ടെ. അങ്ങനെ ക്രമേണ വളരെയധികം പേര് ഈ ചുരുങ്ങിയ കേരളത്തിൽ നിന്ന് മാത്രമല്ലാതെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാവാവേശം വരട്ടെ. നല്ലത്. എന്താ കുഴപ്പം? അതായത് നന്നായി. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചില്ല കേട്ടോ. ഭാവാവേശം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക? അത് തന്നെ, ഏതെങ്കിലും ഒരു ഭാവം താൻ ഭാവന ചെയ്യുന്നത് തൻ്റെ വ്യക്തിത്വത്തിൽ പൂർണ്ണമായി ആവേശിക്കുന്നതാണ് അത്. ഇതിനോട് താതാത്മ്യപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു ഭാവമാണ് ഭാവാവേശം എന്നുള്ളത്. ശരി.